ആലപ്പുഴ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ പുളിയിളക്കവും ഓരുവെള്ള ഭീഷണിയും ഉണ്ടായതോടെ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നു. വിളയിറക്കി 100 ദിവസം പ്രായമെത്തിയ നെൽച്ചെടികളാണ് കരിഞ്ഞുണങ്ങുന്നത്. തണ്ണീർമുക്കം ഷട്ടർ അടക്കുന്നതിൽ അധികൃതർ വരുത്തിയ കാലതാമസമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കർഷകർ പറഞ്ഞു. പ്രതീക്ഷയോടെ വിളവിറക്കി 80 മുതൽ 100 ദിവസം വരെ കണ്ണിലെണ്ണയൊഴിച്ച് വളർത്തിയ നെൽച്ചെടികളാണ് പാടശേഖരങ്ങളിലുണ്ടായ പുളിയിളക്കത്തിലും ഓരുവെള്ളം കയറിയത് മൂലവും കരിഞ്ഞുണങ്ങുന്നത്. കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് ഹെക്ടർ പാടശേഖരങ്ങളാണ് ഓരുവെള്ള ഭീഷണി നേരിടുന്നത്. 80 ദിവസത്തിന് മുകളിൽ വളർച്ചയെത്തിയ നെൽച്ചെടികളാണ് കുട്ടനാട്ടിലേറെയും. നെൽച്ചെടികൾക്ക് 120 ദിവസം വളർച്ചയെത്തിയാലേ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ആഴ്ചയിൽ 1 ദിവസം പാടത്ത് വെള്ളം കയറ്റി 3 ദിവസം പാടത്ത് കെട്ടിനിർത്തിയ ശേഷമാണ് വറ്റിക്കുന്നത്. എന്നാൽ ഓരുവെള്ളത്തിന്റെ അംശം ജലത്തിലെത്തിയതോടെ പാടത്ത് വെള്ളം കയറ്റാൻ മടിക്കുകയാണ് കർഷകർ. തണ്ണീർമുക്കം ബണ്ട് കൃത്യസമയത്ത് അടയ്ക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു. മുൻവർഷങ്ങളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. വിഷയത്തിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ അടക്കം ഇടപെട്ട് ബണ്ടടയ്ക്കുന്ന കാര്യത്തിൽ കൃത്യത വരുത്തിയിരുന്നു. എന്നാൽ അത് തുടർന്നു കൊണ്ടുപോകുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടു. ഡിസംബർ പകുതിയോടെ തണ്ണീർമുക്കം ബണ്ട് അടയ്ക്കണമെന്നാണ് നിർദ്ദേശം. ജനുവരി 2ാം വാരത്തോടെയാണ് ഇക്കുറി ബണ്ടടച്ചത്. അതേപോലെ ഓരുമുട്ടുകളുടെ അറ്റകുറ്റപ്പണികളും കൃത്യമായി നടത്താറില്ല. ഇതും ഓരുവെള്ളം പുഴയിലേക്ക് എത്താൻ കാരണമാക്കി. ഓരിന്റെ സാന്ദ്രത കുറയ്ക്കാൻ മണിയാർ ഡാം തുറന്ന് വെള്ളമൊഴുക്കി വിട്ടെന്ന് പറയുന്നുണ്ടെങ്കിലും വെള്ളമൊഴുകിയെത്തി ഉപ്പിന്റെ സാന്ദ്രത കുറയാൻ ദിവസങ്ങളെടുക്കും. വെള്ളം ലഭിക്കാത്തതിനാൽ ഇപ്പോൾ തന്നെ പല പാടശേഖരത്തും നെല്ല് വെങ്കതിരായി മാറിക്കഴിഞ്ഞു. കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ വൻതോതിൽ ചെളിക്കട്ടയുടെ പുളിയിറങ്ങുന്ന സാഹചര്യമുണ്ടെന്നറിഞ്ഞിട്ടും കൃഷിവകുപ്പ് അധികൃതർ നടപടിയെടുത്തില്ല. ഇതുകാരണം ഇക്കുറി വൻതോതിൽ വിളവ് കുറയാനുള്ള സാധ്യതയുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.